എങ്ങനെയുണ്ടായിരുന്നു? പടം കൊള്ളായിരുന്നു, നൈസായിരുന്നു. കോമഡി എങ്ങനെയുണ്ടായിരുന്നു? കോമഡി സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഷർഫുദ്ദീനൊക്കെ പൊളിച്ചടിക്കോ ഫുള്ള്? പൊളിച്ചടക്കി. ഇത് ഫാമിലി എന്റർടൈനർ പടാ. എമോഷൻസ് ഒക്കെ വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എമോഷൻ സീൻസ് ഒക്കെ ഇമോഷണൽസ് ഒക്കെ കൊള്ളായിരുന്നു. ക്ലൈമാക്സ് എങ്ങനെയാണ്? ക്ലൈമാക്സും അടിപൊളിയായിരുന്നു. ഓവറോൾ മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ സിനിമ അടിപൊളിയായിരുന്നു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? കൊള്ളാം ബ്രോ. പക്ക ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണോ? അതെ, കോമഡീസ് ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നന്നായിട്ടുണ്ടായിരുന്നു. പക്ക കോമഡീസ് ഒക്കെ വർക്ക്ഔട്ട് ആയോ? കോമഡി ഉണ്ട്, പിന്നെ സീരീസും ആണ്. പക്ക ലൈറ്റ് ഹേർട്ട് മൂവിയാണോ? ലൈറ്റ് ഹേർട്ട് ലൈറ്റ് നല്ലതാ. ഷർഫുദ്ദീന്റെ കോമഡീസ് ഒക്കെ വർക്ക്ഔട്ട് ആയോ? കൊള്ളാം. ഷറഫുദ്ദീൻ, അസീസ് എല്ലാവരും കോമഡി ഒക്കെ നല്ലതാണ്. ബാക്കി ജഗദീഷ് എങ്ങനെയാണ്? ജഗദീഷ് നന്നായിട്ട് അഭിനയിക്കുന്നു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. കോമഡീസ് ഒക്കെ വർക്ക്ഔട്ട് ആയോ? കോമഡി തീർച്ചയായിട്ടും വർക്കൗട്ടായി. എല്ലാ സീനും നമുക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ കാണാൻ പറ്റുന്ന സീൻസ് ആണ്. ഇതിന്റെ മെസ്സേജ് എന്ന് പറയുന്നതിന് നമ്മൾ സ്നേഹം എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പക്ക ഒരു ഫാമിലി ഫൺ എന്റർടൈൻമെന്റ് ആണ്. ഫാമിലി ഫൺ എന്റർടൈനർ തന്നെയാണ്. ഷർഫുദ്ദീൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷർഫുദ്ദീൻ അടിപൊളിയല്ലേ, ഫുൾ ഫ്രം ദി ബിഗിനിങ് ടു എൻഡ്. ഇമോഷൻസ് എങ്ങനെയാണ്? ഇമോഷൻസ് ഒരുപോലെ വർക്കൗട്ട് ആവുന്നുണ്ട്. എങ്കിലും നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ സ്നേഹവും സന്തോഷവും അല്ലേ അതിനകത്ത് വരുന്നത്.